ഓളപ്പരപ്പിലെ മാരിവില്ല. യാത്രാ ദുരിതമില്ലാത്ത ടൂറിസത്തിന് വലിയ സാധ്യതകളുള്ള നാളെയിലേക്കുള്ള പാലമാണ് പെരുമ്പളത്തുകാർക്ക് മുന്നിൽ തുറന്നിരിക്കുന്നത്. നാടാകെ പുതിയ പാലത്തിന്റെ സന്തോഷത്തിലാണ്. ആലപ്പുഴയിലെ വേമ്പനാട്ട് കായലിന്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് പെരുമ്പളം. 6 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സ്ഥലത്ത് 13,000-ഓളം ജനങ്ങളാണ് താമസിക്കുന്നത്. കന്നുകാലി വളർത്തൽ, കക്ക ശേഖരിക്കൽ, പനയോല നെയ്യൽ, മത്സ്യബന്ധനം തുടങ്ങിയവയാണ് ഇവിടുത്തെ മനുഷ്യരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. ഇവിടുത്തെ പച്ചപ്പും പരന്നുകിടക്കുന്ന തെങ്ങിൻതോപ്പും അതോടൊപ്പം തന്നെ ഈ വേമ്പനാട്ട് കായലിന്റെ സൗന്ദര്യവും ആവോളം ആസ്വദിക്കാനാണ് പുറമേ നിന്നും ഇവിടേക്ക് ആളുകൾ എത്തുന്നത്. നാലുപാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ സ്ഥലത്തെ നിവാസികൾക്ക് പെരുമ്പളത്തു നിന്നും മറ്റൊരു കരയിലേക്ക് എത്തണമെങ്കിൽ ബോട്ടിനെയോ അല്ലെങ്കിൽ ജങ്കാറിനെയാണ് ആശ്രയിക്കേണ്ടത്. വർഷങ്ങളായി ഇവരനുഭവിക്കുന്ന യാത്രാ ദുരിതം അത് നമ്മളെ കൊണ്ടൊക്കെ സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ്. പലർക്കും കണ്ണു നനയിക്കുന്ന അനുഭവങ്ങളാണ് പറയാനുള്ളത്. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മഴയത്തും കാറ്റത്തും വള്ളത്തിൽ പോയിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരുന്നത്. ചില സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരാൻ പാടില്ലാത്ത അവസ്ഥയാണ്. നമുക്ക് കായൽ കിടക്കാൻ പറ്റില്ല. ആദ്യമേ വന്ന് പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ കര കിടക്കണത് കാരണം ആ കല്യാണം പോകും. അങ്ങനെ കുറേ പിള്ളേരെ കല്യാണം പോയിട്ടുണ്ട്. പ്രസവം വരെ നടന്നിട്ടുണ്ട് നമ്മുടെ റോട്ടിൽ. ആ കാലം ആശുപത്രിയിലോട്ട് പോണ വഴിക്ക് ക്ഷീണമുണ്ടായി. അങ്ങനെ ആശുപത്രി എത്തുന്ന മുമ്പ് കാര്യങ്ങൾ സാധിച്ചു. അങ്ങനെ പലരും പലതും വള്ളത്തെ കിടന്ന് പ്രസവിച്ചിട്ടുണ്ട്. അക്കരയിലോട്ട് ഒരു ആശുപത്രി നമുക്ക് അക്കരയേ ഉള്ളൂ, അരുക്കുറ്റി എന്ന് പറഞ്ഞു. അങ്ങോട്ട് അടുക്കുന്ന മുമ്പ് നടുക്കായിൽ വെച്ച് പ്രസവം നടന്നു. നല്ല രക്ഷയുണ്ടാകും. ഒരുപാട് അനുഭവങ്ങൾ. എത്ര പേര് മരിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ അല്ലേ. വള്ളം മുങ്ങി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബോട്ട് ജങ്കാറിനൊക്കെ മഴവില്ലഴകിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ പാലം വർഷങ്ങളായുള്ള ഒരു ജനതയുടെ കാത്തിരിപ്പാണ്, സ്വപ്നമാണ്. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പെരുമ്പളം നിവാസികളുടെ യാത്രാ ദുരിതങ്ങൾക്ക് എന്നേക്കുമായി പരിഹാരമാവുകയാണ്. ഇപ്പം ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി. സന്തോഷം എന്ന് പറയാൻ ഞങ്ങൾക്ക് ഉത്സവമാണ്. ഒരാഴ്ച ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കാണ്. കാരണം ഞങ്ങളുടെ ഈ നാട് മുഴുവനും ഞങ്ങൾ ഉത്സവം കൊണ്ടാടിക്കുകയാണ് പാലം വന്നതുകൊണ്ട്. പറഞ്ഞറിയിക്കാൻ മേലാത്ത സന്തോഷം. 10 മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങളുടെ പിള്ളേർ പോയി കഴിഞ്ഞാൽ എങ്ങനെ നാട്ടിലോട്ട് എത്തും? അവരെവിടെയെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ കിടന്നിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പം അത് വേണ്ടല്ല. ഇവിടെ സൈക്കിൾ ഓട്ടുന്ന ആളുകളൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ഇന്നലെ സൈക്കിൾ ഓട്ടാൻ. ഏതാണ്ട് 1150 മീറ്ററിലധികം നീളമുള്ള ഈ പാലം വെറും ഒരു യാത്രാമാർഗം മാത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ ഒറ്റപ്പെടലിന് വിരാമമിടുന്ന ഒരു വികസന രേഖ കൂടിയാണ്. മുഖ്യമന്ത്രി ഈ പാലം നാടിന് സമർപ്പിക്കുന്നതോടുകൂടി തന്നെ ആലപ്പുഴയുടെ ഭൂപടത്തിൽ പെരുമ്പളം ഒരു പ്രധാന ടൂറിസം ഹബ്ബായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.